ഇപ്പം മലയാള സിനിമാ സംഗീതത്തിനപ്പുറത്തെ ഇപ്പം ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് കൂടി ഈ പറഞ്ഞ യങ് ജനറേഷൻ വളരെയധികം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റാപ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഇപ്പോൾ വേടൻ, ഡാപ്സി, അതുപോലെ തന്നെ ഇപ്പോൾ നീരജ് മാധവൻ്റെ NJ എന്നുള്ള അദ്ദേഹം ഉണ്ടാക്കുന്ന പാട്ടുകളൊക്കെ ആളുകൾ വളരെയധികം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ സെപ്പറേറ്റ് ഷോസ് ഉണ്ട്. തിരുമാലിയൊക്കെ ആളുകളെ ഒരേ പറയാൻ ഒരു രാഷ്ട്രീയം പറയുന്നുണ്ട്, എന്നാൽ ഫണ്ണായിട്ടും ആളുകൾ അവരെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മാറ്റത്തിനൊരു ഒരു മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ മ്യൂസിക്കിനെ എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾ എന്നുള്ള രീതിയിൽ പ്രതിഭട്ട എങ്ങനെ കാണുന്നത്? ഉഗ്രനൊരു ചോദ്യമാണ്. കാരണം വെച്ചാലേ നമ്മളെപ്പോഴും ഇങ്ങനെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് നമ്മളിങ്ങനെ ഒന്നുകിൽ നമ്മൾ ടഫായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ലൈറ്റർ ആയിക്കൊണ്ടിരിക്കും. രണ്ടിൽ ഏതെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മളൊരു കാലഘട്ടം നിറച്ച് നോക്കിയാൽ, ശങ്കരാഭരണത്തിൻ്റെ ആ കാലഘട്ടത്തിൽ നോക്കിയാൽ, നമ്മൾ അതിനുശേഷം വന്നിട്ടുള്ള കുറേ പടങ്ങളിലെല്ലാം ഇങ്ങനെ ശരിക്കും ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഒരു വല്ലാത്ത മേഖലയിലൂടെ നമ്മൾ പലപ്പോഴും സഞ്ചരിച്ച് പോയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ വന്നപ്പോഴേക്കും കുറേ കൂടി ലൈറ്ററായി പാട്ടുകൾ, മെലഡിയസ് ആയിട്ടുള്ള കുറേ ലൈറ്റർ സോങ്സ് വന്നു. അത് ജനങ്ങളിലേക്ക് കൂടുതൽ എത്താൻ തുടങ്ങി. പിന്നെ അതിൻ്റെ ആ ഒരു പാറ്റേണിലോട്ട് പോയി. പിന്നെ സിനിമയുടെ ഒരു സാങ്കേതികത മൊത്തത്തിൽ അങ്ങോട്ട് മാറുന്നതിനനുസരിച്ചിട്ട് സംഗീതത്തിൻ്റെ മേഖലയിൽ അതൊക്കെ മാറാൻ തുടങ്ങി. ഇപ്പോഴത്തെ സിനിമയ്ക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷനെ എങ്ങനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും, അതിനെന്താണ് ഉപയോഗിക്കാൻ പറ്റുക. ഇപ്പോഴത്തെ വോയിസുകളാണ്, ശബ്ദങ്ങളാണ് ഈ പറഞ്ഞ ഡബ്സിയുടെയും വേടൻ്റെയൊക്കെ ശബ്ദം. അത് ഉപയോഗിക്കുന്നുണ്ട്, എന്താ കുഴപ്പം? അത് ഉപയോഗിക്കണം. അതിനും പക്ഷെ ഒരു കാലഘട്ടമുണ്ട്. കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ പോവും, അവരങ്ങ് മാറി നിൽക്കേണ്ടി വരും. അപ്പോൾ വേറെ എന്തെങ്കിലും വരും. അപ്പോൾ നമ്മളെല്ലാത്തിനും സന്തോഷത്തോടെ സ്വീകരിക്കുക. നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതിന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. അതാണ് എൻ്റെ പോളിസി. ഇപ്പോൾ പല ഗായകരും, അതായത് 90കളിലും 80കളിലും ഉണ്ടായിരുന്ന പല ഗായകരും ചില വലിയ ഗായകരുള്ളത് കാരണം കൊണ്ട് അവരുടെ അവസരങ്ങൾ നന്നേ കുറഞ്ഞു എന്ന് പരാതിപ്പെട്ടിട്ടുണ്ട്. അതിന് ചില ആളുകളുടെ ഇൻഫ്ലുവൻസ് കാരണമാണെന്ന് പേരുൾപ്പെടെ എടുത്ത് പറഞ്ഞ ആളുകളുണ്ട്, പരാതിയായി തന്നെ പറഞ്ഞ ആളുകളുണ്ട്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അവസരങ്ങൾ ഒരുപാടുണ്ട്, അത് എത്തേണ്ട ആളുകളിലേക്കാണ് ഏറെക്കുറെയൊക്കെ എത്തുകയും ചെയ്യുന്നത്. പ്രതിഭേട്ടൻ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഈ കാലഘട്ടത്താണ് ഞാൻ യങ് ആയിട്ടുണ്ടായിരുന്നതെങ്കിൽ ഞാൻ കുറേയും കൂടിയൊക്കെ എക്സ്പ്ലോർ ചെയ്യപ്പെട്ടേനെ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ എൻ്റെ കാലഘട്ടത്തിൽ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ലേ. എനിക്ക് അതുകൊണ്ട് ഒരു നഷ്ടബോധം. എവിടുന്ന് നഷ്ടബോധം? നമുക്ക് ആകെയുള്ള ഇപ്പോഴത്തെ നഷ്ടബോധം എന്നറിയാമോ? ഇപ്പം ഈ 10 മണിയാകുമ്പോൾ പരിപാടി നടത്തണമെന്ന് പറഞ്ഞിട്ട് നിയമമുള്ളതുകൊണ്ട് ഗാനമേളകൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു നഷ്ടബോധമുണ്ട്. അല്ലാണ്ട് എന്ത് നഷ്ടബോധം? കാരണം ഞാൻ പറഞ്ഞു, സിനിമാ പാരമ്പര്യമില്ലാത്തൊരു ഒരു വീട്ടിൽ നിന്ന് ഞാൻ വരുന്നു. അവിടെ നമ്മൾ 135 സിനിമകൾ പാടുന്നു. ഇത്രയും സിനിമകൾ പാടാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ നമ്പറാണ്. അതെ, വലിയ നമ്പറാണ്. നമുക്ക് മുമ്പിൽ പോയിട്ടുള്ള ആൾക്കാർ ഒരുപാട് 10,000 പാടി വെക്കുമ്പോഴാണ് നമുക്ക് 135 വലിയ കാര്യമായിട്ട് നമ്മൾ പറയുന്നത്. ഇനിയുള്ള ആളുകൾ ചിലപ്പോൾ പറയുമ്പോൾ ഞാൻ 5 സിനിമയിൽ പാടിയെന്ന് പറയുന്നത് വലിയ നമ്പറായിട്ട് പറയും. കാരണം എന്താണെന്നറിയോ, ഇവിടെ സിനിമയിൽ പാടാനായിട്ട് ആളുകളുണ്ടെന്ന് ഒരുപാട്. പിന്നെ സിനിമയ്ക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന ശബ്ദം വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ വേടനയും വേണം, ഈ ഡബ്സിയും വേണം, അതുപോലുള്ള ആളുകളെയൊക്കെ വേണം. അപ്പോൾ അവരിപ്പോൾ മാക്സിമം ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരും മലയാള സിനിമ അല്ലെങ്കിൽ സിനിമയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ കഴിയുമ്പോൾ അങ്ങോട്ട് മാറും. അവർ മാറിയിട്ട് വേറൊരു തലം വരും. ഇനിയിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ സിനിമയിൽ സംഗീതത്തിൻ്റെ അംശം മാറിയിട്ട് റാപ്പ് എന്ന് പറയുന്ന അതിന് സംഗീതപരമായ പാരമ്പര്യമൊന്നും അവകാശപ്പെടാനുള്ള സംഭവമില്ലല്ലോ. വേണ്ട. കുറേ കഴിയുമ്പോൾ സംഗീതം തന്നെ സിനിമയിൽ നിന്ന് മാറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ചിലപ്പോൾ സംഗീതം തന്നെ ഇപ്പോൾ ഇംഗ്ലീഷ് സിനിമയിൽ മ്യൂസിക് ഇല്ല. കാരണം ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രമേ ഉള്ളൂ. ഇപ്പൊ വരുന്ന പാട്ടുകാരെ വെച്ച് നോക്കുമ്പോഴും അത് അങ്ങനെ തന്നെ സംഭവിക്കാൻ ചാൻസ് ഉള്ളൂ. ഡബ്സിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ അയാളൊക്കെ ആൽബം സോങ്ങുകളിലൂടെ വന്ന ആളല്ലേ. വേടൻ എങ്ങനെയാണ് വന്നത്? അതെ, ആ ക്രിയേഷൻസ് വെച്ചിട്ടല്ലേ പുള്ളി വന്നത്. പിന്നെ അവരും മലയാള സിനിമ യൂസ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അവർ മലയാള സിനിമയും ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അതാണ്. പണ്ടും ഇങ്ങനെയൊക്കെ തന്നെ. പണ്ട് ഗസൽ പാടിയെന്ന് വെച്ചാൽ ഹരിഹരൻ സാറ് ഗസൽ മേഖലയിൽ പുള്ളി മുടി ചൂടാമന്നരായിരുന്നു. പക്ഷെ അപ്പോഴും ഹരിഹരൻ സാറിന് ആൾക്കാർക്ക് അത് വലിയ കാര്യമായിട്ട് അറിയില്ല. പക്ഷെ സിനിമയിൽ AR റഹ്മാൻ്റെ കുറേ സിനിമകൾ പാടാൻ തുടങ്ങിയപ്പോൾ ഹരിഹരൻ സാറിൻ്റെ ഇവിടെ ചെന്നു, റേഞ്ച് മാറിയില്ലേ. അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ സംഗീതം ശ്രദ്ധിക്കാറുണ്ടോ? ശ്രദ്ധിക്കാറുണ്ടൊന്ന് കേട്ടു പോകാറുണ്ട് കേട്ടോ. എനിക്ക് പലപ്പോഴും അങ്ങനെ കേൾക്കുന്ന പ്ലേലിസ്റ്റിലുണ്ടോ ഇപ്പോഴത്തെ പാട്ടുകൾ? ചിലപ്പോഴൊക്കെ ഗാനമേളയ്ക്ക് നമ്മൾ പാടാൻ നിർബന്ധിതരാകുമല്ലോ. ഈ ഗാനമേളയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനുള്ള പാട്ടുകൾ മാത്രം പാടിയാൽ പോരാ.
ഓഡിയൻസിന്റെ ഇഷ്ടം മനസ്സിലാക്കി. ഓഡിയൻസിൻ്റെ ഒരു ചോയ്സും കൂടി നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അന്നൊരു നാളിൽ നിന്നൊക്കെ എനിക്ക് പാടേണ്ടി വന്നിട്ടുണ്ട്. വന്നൊരു നാളിലൊക്കെ പാട്ട് പാടാൻ പറ്റുന്നതുകൊണ്ട് പാടുന്നതാണ്. പക്ഷെ എനിക്ക് ചിലതൊന്നും ഇഷ്ടപ്പെടാറില്ല, സത്യത്തിൽ വ്യക്തിപരമായി പറഞ്ഞാൽ ഇഷ്ടപ്പെടാറില്ല. പക്ഷേ എങ്കിലും അത് ചിലപ്പോൾ നിർബന്ധിതരാകും നമ്മൾ പാടാനായിട്ട്. വലിയ SPB ആരാധകനാണെന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ലോകത്തെ വിട്ടു പോയ ദിവസം എങ്ങനെയാ വാർത്തയോട് പ്രതികരിച്ചത്? ജീവിതത്തിൽ എന്താണ്, നമ്മൾ ഒരുപാട് സങ്കടപ്പെടുന്ന കുറേ ദിവസങ്ങളുണ്ടായി. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ നമ്മുടെ വിട്ടു പിരിയുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥ എന്തായിരിക്കും? അതും നമ്മൾ ജീവന തുല്യം സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനെ, ഒരു കലാകാരനുപരി ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടുള്ളത് SPB സാറിലാണ്. ഞാൻ SPB സാറിൻ്റെ കൂടെ എനിക്കൊരു 5-6 തവണയെങ്കിലും പാടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ തവണ ഞാൻ ഒരു കോറസ് പാട്ടുകാരനായിട്ടാണ് SPB സാറിൻ്റെ അടുത്ത് നിൽക്കുന്നത്. അവിടെ ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ സാറിന് ഇപ്പോൾ ചേർത്ത് പിടിച്ചൊരു ഇതുണ്ട്, അത് മനസ്സിൽ നിന്ന് മായാത്തൊരു പിക്ചറാണ്. അപ്പോൾ അത്രത്തോളം എനിക്ക് SPB സാറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ അച്ഛനെയും അമ്മയും ഒക്കെ ഇഷ്ടമുള്ള പോലെ തന്നെ എനിക്കിഷ്ടമുള്ള ഒരാളായിരുന്നു SPB സാർ. അദ്ദേഹത്തിൻ്റെ പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഗാനമേളയ്ക്ക് പാടുന്നത്. അതായത് തമിഴ് സിംഗറായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടാണ് പാടുന്നത്. പനി വീഴും മലർവനം ഉൻ പാർവൈ ഒരു വരം, പനി വീഴും മലർവനം ഉൻ പാർവൈ ഒരു വരം, ഇനി വരും മുനിവരും തടുമാറും കനിമരം, ഏഹേ ഇനി വരും മുനിവരും തടുമാറും കനിമരം. ഈ പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്. അങ്ങനെ പിന്നെ സാറിൻ്റെ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ ഗാനമേളയ്ക്ക് പാടിയിട്ടുള്ളത്. അടിപൊളി പാട്ടുകളായാലും ഒക്കെ സാറിൻ്റെ പാട്ടുകൾ. അപ്പോൾ ആ ദിവസം ശരിക്കും പറഞ്ഞാൽ അതിപ്പോഴും നമുക്ക് ഓർക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്ര ഇഷ്ടമുള്ളതുകൊണ്ട്. ഒരിക്കലും ഒരു ഗായകൻ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഇത്രയും വലിയ ഗായകൻ എന്നുള്ള നിലയ്ക്ക് ഒരു ഭാരം തലയിലേറ്റിയതാണ് അതിന് മനുഷ്യനെ ആയിരുന്നില്ല എന്ന് കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ പലപ്പോഴും പല പാട്ടുകാരും അങ്ങനെയാണ് ഇങ്ങനെയാണ് ജാടയാണ് ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ നമ്മൾ കേൾക്കൂലേ. അപ്പോഴും നമ്മൾ കാണും. ഞാനൊരു അനുഭവം പറയട്ടെ. ദുബൈയിലൊരു ഷോയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്തു. അവിടെ ഞങ്ങൾ ചെന്നിട്ട് ഏകദേശം ഒരു 3/4 മണിക്കൂറിലധികം ഞങ്ങളവിടെ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഞങ്ങളാകെ ടെമ്പറായി. സംഘാടകർക്കൊരു ഉത്തരവാദിത്വം ഇല്ല, മറ്റന്നാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ പറയാണ്. എന്നിട്ട് നമ്മൾ സംഘാടകർ വന്നപ്പോഴേക്കും എന്താ നിങ്ങളിങ്ങനെ ഞങ്ങളെയൊക്കെ ഇവിടെ നിർത്തി ബുദ്ധിമുട്ടിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സോറി, ട്രാഫിക്ക് ഭയങ്കര, ചില സമയത്ത് ഭയങ്കരമായിട്ട് ഭീകര ട്രാഫിക്ക്. പറഞ്ഞു സോറി, എന്തായാലും ക്ഷമിക്കണം. ഒരു കാര്യമുണ്ട്, SPB സാർ 2 മണിക്കൂറായിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ സാർ ഇത് കേട്ടപ്പോൾ നമ്മളാകെ തകർന്നു പോയി. SPB സാർ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യുക, നമുക്ക് 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഈഗോ ഹേർട്ടായി. മനസ്സിലായോ? അതാണ് നമ്മൾ കാണിച്ചതുപോലെ അല്ല അദ്ദേഹം അവരെ കണ്ടപ്പോൾ കാണിച്ചത്. നമ്മൾ പഠിക്കേണ്ടതാണ് അങ്ങനെ കുറേ കാര്യങ്ങൾ. അവിടെ നിന്നൊക്കെയാണ് നമ്മൾ തിരിച്ചറിവുണ്ടാവുന്നത് നമ്മളൊന്നുമല്ല. ഇന്ററാക്ട് ചെയ്യാനും സംസാരിക്കാനൊക്കെ ഒരുപാട് അവസരം കിട്ടിയിട്ടുണ്ട്. 2-3 ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പാലക്കാട് പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കെന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ അടുത്ത് ചെല്ലുമ്പോൾ മമ്മൂക്കയുടെ അടുത്ത് ചെല്ലുന്ന പോലെ തന്നെയാണ്. മമ്മൂക്കയുടെ അടുത്ത് ഞാൻ ഒരുപാട് ഇങ്ങനെ അടുത്ത് ചെല്ലാറില്ല. കാരണം അവരൊക്കെ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അത്രയും അകലെ നിൽക്കുന്ന ഒരാൾക്കാരാണ് എന്ന് അത് കിടക്കുന്നു. ആരാധനയും ബഹുമാനമൊക്കെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറി ഇടിച്ച് കയറി കയ്യെ പിടിച്ച് പറയാനൊന്നും പറ്റില്ല. അവിടെ ചെന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിന്ന് സംസാരിക്കലൊക്കെ ഉള്ളൂ. ഏറ്റവും അധികം ഇപ്പോഴും അദ്ദേഹത്തെ ഓർക്കാൻ കേൾക്കുന്ന പാട്ട് ഏതാ SPB? ഞാൻ ഗാനമേളയ്ക്ക് നേരത്തെയൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ സോങ് ആയിട്ട് എപ്പോഴും മിക്കവാറും പാടുന്നൊരു പാട്ടുണ്ടായിരുന്നു. പച്ചമലപ്പൂവ് നീ ഉച്ചി മലത്തേന് കുത്തം കുറേത് നീ നന്ദവനത്തേര് അഴകെ പൊന്നുമണി ചിരിച്ച വെള്ളിമണി കിളിയെ കണ്ണുറങ്ക് ദൂരെ ദൂരെ പച്ചമലപ്പൂവ് നീ ഉച്ചി മലത്തേന് കുത്തം കുറേത് നീ നന്ദവനത്തേര്. പ്രതിഭയുടെ കണ്ണിലെ നനവിന് അദ്ദേഹത്തിനോടുള്ള ബഹുമാനത്തിന്റെ വിലയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് ഈ ആരാധകനെ അദ്ദേഹം കാണട്ടെ.
ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട പാട്ടുകളുണ്ട്, അപ്പുറത്ത് കുറേയും കൂടി ഇനിയും ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട തമർപ്പടാറുള്ള പോലെ പാട്ടുകളുണ്ട്, ഇനിയും ഒരുപാട് വരാനുണ്ടെന്ന് അറിയാം. കാരണം കുറേ വോയിസ് വെച്ച് കുറേ ജഗിൾ ചെയ്യാനൊക്കെ ഉള്ള കഴിവ് കാരണം എപ്പോഴും ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാലൻ്റ് ആയിട്ടാണ് ഏട്ടനെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഡെഫിനറ്റ്ലി അത് ഇനിയുള്ള മ്യൂസിക് ഡയറക്ടേഴ്സും കാണട്ടെ. താങ്ക് യു. വളരെ അതായത് എനിക്ക് സാധാരണ ഇൻ്റർവ്യൂവിൽ ഞാനിപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചത് സാധാരണ ക്ലീഷയെ കുറച്ച് ചോദ്യങ്ങളായിരിക്കും വരിക എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ചോദ്യങ്ങൾക്ക് നമ്മളെ മറുപടികൾക്ക് കുറേ ക്ലീഷ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ പോലും പക്ഷെ ചോദ്യങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടി ഒന്ന് മാറി ചിന്തിക്കാനും മാറി പറയാനും പറ്റി. അതല്ലെങ്കിൽ എല്ലാ ഇൻ്റർവ്യൂ ഒരുപോലെ തന്നെ. ഒരുപാട് നന്ദി നേരത്തിന്. ഉത്സവമാണെന്നറിയാം, തിരക്കിലാണെന്നറിയാം, അവിടേക്ക് കൂടെ എത്താൻ തിരക്കുണ്ട്. ഇനിയും അവിടെ നിന്ന് വേരിയേഷൻസ് ഉള്ള സോങ്സ് കേൾക്കാൻ പറ്റട്ടെ. ഒരുപാട് നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.